ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശനം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ബാക്കിയുള്ളതൊക്കെ വെറും കട്ട ഫോറസ്റ്റ് തന്നെയാണ്. ഇത് ശരിക്കും ആനയൊക്കെ ഇവിടെ സ്ഥിരം ഉണ്ടാവണം. അപ്പോൾ ആന ഒന്നും അപ്പുറത്തേക്ക് പെട്ടെന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. വണ്ടി ആരും കാണില്ലല്ലോ. ടിക്കറ്റ് എടുത്ത് സിംഹമടയിൽ വന്നല്ലോ. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിട്ടല്ലോ, ഈ മണ്ണിൻ്റെ അടിയിൽ മൊത്തം സ്വർണ്ണമാണ്. മൊത്തം സ്വർണ്ണമല്ല, സ്വർണത്തിൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മലൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതായത് ഈ ദേവാലയക്കടുത്ത് പൊന്നു എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യാപകമായിട്ട് ഗോൾഡ് മൈനിങ് നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഈ മലൻ്റെ മുകളിൽ മൊത്തം ഒരുപാട് ഗുഹകളും കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു വില്ലേജ് ഉണ്ട്. ഈ വില്ലേജിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഇതിൽ നിന്ന് സ്വർണം മരിച്ചെടുത്ത് അങ്ങനെ ഒരു ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഞാനിവിടെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വന്ന സമയം നോക്കി മൊത്തം മഞ്ഞ് മൂടിയിരിക്കുകയാണ്. എവിടെയും പോകാനോ ഒന്നും സാധ്യമല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ 2-3 ഗ്രാമവാസികളെ കണ്ട് ചോദിച്ചപ്പോൾ അവർ പറയണത് ഇപ്പോൾ അവരിങ്ങനെ എടുക്കണമെന്നില്ല. ആദ്യം ബ്രിട്ടീഷുകാരുടെ കാലങ്ങളിൽ ഇവിടെ വ്യാപകമായിട്ട് ഗോൾഡ് മൈനിങ് നടന്നിരുന്നു. അതിൻ്റെ അവശേഷിക്കുന്ന ഗുഹകൾ ഒരുപാടുണ്ട്. ആ ഗുഹകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതിൽ മണ്ണ് ശേഖരിച്ചിട്ട് അതിന് അരിച്ചിട്ടാണ് പിന്നെ ഈ സ്വർണത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് ഇവർ കുറേ പേര് ഉപജീവനം നടത്തുന്നത്. ചെറിയ പാവപ്പെട്ട ഗ്രാമവാസികളാണ് ഇവർ. ഇപ്പോൾ ഒക്കെ ഇതിലൊന്നും അധികം സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കേരളത്തെ താഴേക്ക് ഇവിടുന്ന് വഴിക്കടവ് ബോർഡറാണ്. കുറച്ച് ഈ മലൻ്റെ മറ്റു ഭാഗത്തൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ വഴിക്കടവെത്തും. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പേരും ഈ വഴിക്കടവ് ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് എടക്കര ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെയുള്ള വീട്ടുകളിലൊക്കെ ജോലി ചെയ്യുന്നു, പറമ്പുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഉപജീവനം നടത്തുന്നത്. ഇപ്പോൾ ഈ കൊറോണ നിയന്ത്രണമൊക്കെ വന്നതിന് ശേഷം അവർക്ക് അങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ കുറച്ച് പേരിപ്പോഴും ആ ഒരു പഴയ ഒരു കാലത്തെ ആ ഒരു ജീവിതം പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ഗുഹകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ വരെ അകത്തേക്ക് നീളമുള്ള ഗുഹകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ആ ഗുഹക്ക ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്വർണ്ണം മൈനിങ് ചെയ്ത് കൊത്തിയെടുത്തിട്ടുള്ള ആ ഒരു സ്വർണ്ണാംശമുള്ള മണ്ണുകളൊക്കെ അവർ പുറത്തേക്ക് കൊടുന്ന് അത് അരിച്ച് അങ്ങനെ അതിന് സ്വർണ്ണത്തിൻ്റെ അംശം കണ്ടെത്തി അത് വിൽപ്പന നടത്തിയിട്ട് ഉപജീവനം നടത്തുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വ്യാപകമായിട്ട് ഇവർ തൊഴിലാളികളായിരുന്നു. ഇവരെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ദിവസങ്ങളോളമൊക്കെ നിൽക്കും എന്നൊക്കെയാണ് പറയണത്. ദിവസങ്ങളോളം അതിൻ്റെ അകത്ത് നിന്ന് ഈ മണ്ണ് ശേഖരിച്ച് കൊടുന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു അപകടം പിടിച്ചൊരു ജോലിയാണ്. ഒരുപാട് പേര് ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത് കണക്കുകൾ. അപ്പോൾ ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വില്ലേജ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി വില്ലേജ്, നല്ല കാണാൻ രസമുള്ള ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. മഞ്ഞ് കൊണ്ടുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ താഴ്ഭാഗത്തായിട്ട് സ്കൂളും ചെറിയ ചെറിയ വീടുകളുണ്ടോ, ഒത്തിരി വീടുകളുണ്ട്. ഈ വീടുകളിലൊക്കെ ഇവർ താമസിക്കുന്നു. ഇവരുടെ ഉപജീവനം ഈ ഗോൾഡ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതൊന്നും എടുക്കണില്ല. പക്ഷെ എന്നാലും ഈ മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളച്ചാലുകളിലും മറ്റൊക്കെ ഒഴുകി വരുന്ന ഈ മണ്ണിലൊക്കെ അതിൻ്റെ അംശമുള്ളതുകൊണ്ട് അവരത് അരിച്ചും അങ്ങനെയൊക്കെ അതിന് അവർക്ക് കിട്ടും അത്രേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉപജീവനം നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും പോയി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ വേറെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഇതുപോലെ തന്നെ ഒരു ഭാഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഏക്കർ കണക്കോളം സ്ഥലങ്ങൾ ഒരു സംരക്ഷിതമായിട്ട് ഇതാക്കി അവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെ തുടങ്ങി. ഈ ലോകത്ത് അപൂർവമായിട്ട് കാണപ്പെടുന്ന പല സസ്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം പോലെയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അത്ര വന്യമൃഗങ്ങളുടെ ഫോസിൽസ്, അതുപോലെ തന്നെ അവശേഷിക്കുന്ന തൊലി, അത് പല്ല്, നഖം, ഇങ്ങനത്തെ ഒക്കെ വന്യമൃഗങ്ങളുടെയൊക്കെ ശേഷിക്കുന്ന മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിന്ന് കാണാൻ പറ്റില്ല. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് പോയി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൂടെ നിങ്ങൾക്കും കാണാം. അവിടെ ടിക്കറ്റൊക്കെ എടുത്താണ് അകത്തേക്ക് കയറാനെന്ന് പറഞ്ഞു. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലും, അതായത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് നമുക്ക് ഈ ഗുഹകളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. അതിൻ്റെ പേര് ജീൻ പൂൾ എന്നാണ്. ജീൻ പൂളിലേക്ക് പോകാം.
ഇതാണ് ജീൻ പൂൾ എക്കോ ടൂറിസം. பாஸ் இருக்குங்களா? பாஸ் ஆ உள்ளே போய் பார்க்குறதுக்கு பாஸ் வாங்கணும். அதான் கேட்டேன். உள்ள வண்டி நிறுத்த முடியுமா? மேலே போகலாம். சரி, ஒரு டிக்கெட் கொடு. ഇത് ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു മ്യൂസിയം ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഫോറസ്റ്റാണ് ശരിക്കും, പക്ഷെ വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്നുള്ളത് പോയി കാണാം. വനം മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് പോയിട്ട് ആനൻ്റെ മുന്നിൽ പെടുവോ? 30 രൂപ ടിക്കറ്റ്, 20 രൂപ ബൈക്കിന്, അങ്ങനെ 50 രൂപ മേടിച്ചാൽ മതി. ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടായാലും പോയി നോക്കാം. ഒരു വണ്ടി പോകണ്ടല്ലോ മുന്നിൽ. ഇവിടെ ഒരു വീൽ ബേസ് പാലൊക്കെ ഉണ്ട്. എൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വണ്ടി ബൈക്ക് പോകാൻ പാടില്ല. ബൈക്ക് പോകാമോ? ബൈക്ക് പോകാതല്ലേ? ഓക്കെ ബൈക്ക് നമുക്ക് ഇവിടെ വെച്ചിട്ട് പക്ഷെ നടന്നു പോവാം. ആകെപ്പാടൊരു ശ്മശാന മൂകതയാണ് കേട്ടോ. ഇവിടെ അങ്ങ് ഒരു മനുഷ്യനും കാണാനില്ല. 2-3 ബൈക്ക് മാത്രം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ റോഡ് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് എന്തോ ഒരു ഇത് കണ്ടിരുന്നു. അങ്ങോട്ട് വായിക്കും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശനം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ബാക്കിയുള്ളതൊക്കെ വെറും കട്ട ഫോറസ്റ്റ് തന്നെയാണ്. ഇത് ശരിക്കും ആനയൊക്കെ ഇവിടെ സ്ഥിരം ഉണ്ടാവണം. അപ്പോൾ ആന ഒന്ന് അപ്പുറത്തേക്ക് പെട്ടെന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. വണ്ടീൻ്റെ 2 വീൽ ബേസ് മാത്രം. ഫെൻസിങ് ഉണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇപ്പുറത്ത് ബട്ടർഫ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കോട്ടേജ് പോലെ അങ്ങനെ എന്തോ ഒരു കെട്ടിടം കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ. സംഭവം നമുക്കിങ്ങനെ നടന്നു പോയി നോക്കാം. ആരും കാണില്ലല്ലോ. ടിക്കറ്റ് എടുത്ത് സിംഹമടയിൽ വന്നല്ലോ. ഒരു മനുഷ്യല്ലാതെ അവിടെ ഒരു വണ്ടി മുന്നിൽ പോയത് എങ്ങോട്ടാണ് പോയത്? അവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ടല്ലോ. ഒക്കെ കാണുന്നുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് വിവരം അന്വേഷിക്കാം. ഒരു മനുഷ്യല്ലല്ലോ. ഇവിടെ ഒരു അക്വേറിയം തുറന്നിട്ടുണ്ട്. കയറി നോക്കിയാലോ. നല്ല പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെ ഇതൊരു അക്വേറിയമാണ് കേട്ടോ. അക്വേറിയം മീൻസ് ഇപ്പോൾ ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ഒരു 600 ഏക്കർ സ്ഥലം ഇതിനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താ ഇതിൻ്റെ പ്രധാന എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ലോകത്തിലെ യുണീക്കായിട്ടുള്ള മരത്തൈകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് നിന്നിട്ട് കടന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ടല്ലോ, ആ വരുന്നത് മുതൽ നമ്മൾ കാടായിട്ട് കണ്ടു. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വന്നിട്ട് അതായത് ലോകത്ത് യുണീക്കായിട്ടുള്ള
പ്രത്യേകതരം മരങ്ങളെല്ലാം ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ട ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിനെ പരാമർശിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു കെട്ടിടം ഇത് ഒരു അക്വാറിയാണ്. ഈ അക്വാറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ പല രാജ്യത്തിലും ഉള്ള അതായത് മത്സ്യം ഇനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ സാധാരണ ഒരു അക്വാറിയം കാണുന്ന പോലല്ല, ഇത് ശരിക്കും വിവിധ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യങ്ങൾ, അതായത് ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല മത്സ്യങ്ങൾ സംരക്ഷിച്ച് അതിനെ പരിപാലിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അത്. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നുണ്ടല്ലോ, ഇത് കാണുന്നുണ്ടല്ലോ, ഇത് ആഫ്രിക്കൻ ചിക്കിൾസ് എന്ന് പറഞ്ഞൊരു ഇനം മീനാണ്. ഇത് ആഫ്രിക്കയിലുള്ള 3 ഐലൻഡ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു മീനാണ്. ഇതിനെ കണ്ടാൽ തന്നെ ഇത് കടലിൻ്റെ അടിയിൽ മാത്രം ഗ്രോ ചെയ്യുന്ന ഒരു മീനാണ്. അതുകൊണ്ട് തന്നെ ഇത് സസ്യങ്ങൾ ഇതിൻ്റെ അതെവിടെയും വെച്ചിട്ടില്ല. ഈ മീനുകളൊക്കെ തനിച്ചനിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. ഇതിനടുത്ത് സസ്യങ്ങൾ എവിടെയും ഇല്ല. കടലിനടിയിലുള്ള ഒരു എന്തൊക്കെയാണോ കാണുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ലോകത്തന്നെ ആഫ്രിക്കയിൽ മാത്രം 3 ദ്വീപുകളിൽ കാണപ്പെടുന്ന മീനുകളാണിത്. ഇപ്പോൾ ഇതിൽ വേറൊരു ഇനം മീനുണ്ട്. ഇത് ഫുൾ പ്ലാന്റ്സിൽ വളരുന്ന ഒരു പ്രത്യേക ഇനം മീനാണ്. അത് 2 ഡബിൾ കളറിൽ വരുന്നൊരു പിന്നെ കണ്ടീഷനാണ്. ഇത് ഈ കളർ വരുന്നത് കളർ വരാത്തതുകൊണ്ട് കേട്ടോ. ഇതിന് വേറെ വേറെ നെയിമുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഇനം മീനുകളാണ്. പിന്നെ വേറൊരു യൂണിക്കായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കുറച്ച് മീനുകൾ കാണുന്നുണ്ടല്ലോ. ഇത് ഗൂഡല്ലൂർ സ്പെഷ്യലാണ് അല്ലേ? ഗൂഡല്ലൂരിൽ മാത്രം കാണപ്പെടുന്ന മീനാണ്. ലോകത്ത് വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ് പഠനം. അതിൻ്റെ പേര് തന്നെ നിൽഗിരി ഡാനിയോ എന്നാണ്. നിൽഗിരി ഡാനിയോ എന്നുള്ള ഒരു മീനാണ്. അങ്ങനെ ഇത് അതായത് ഇപ്പോൾ ബോട്ടാനിക്കൽ അതൊക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ബയോളജി സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ ഇവിടെ. അതായത് ഈ കാണുന്ന മൊത്തം മീനുകളും വിവിധ രാജ്യങ്ങളിൽ മാത്രം വളരുന്ന മീനുകളും അതിൻ്റെ ആ പ്രത്യേക സാഹചര്യങ്ങളും ആർട്ടിഫിഷ്യലായിട്ട് അതിന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് കണ്ടല്ലോ. ഈ പ്ലാന്റ്സൊക്കെ ഇവിടെ ഇന്ത്യയിൽ എവിടെ ഇല്ലാത്ത, ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള പ്ലാന്റ്സുകളാണ് ഇതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ പ്ലാന്റ്സൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് ഇതിന് കാണുന്നതൊക്കെ. അങ്ങനെ പലവിധം മീനുകളുടെ ഒരു ശേഖരം ആണ് ഇവിടെ വന്നാലും നമുക്ക് കാണാൻ പറ്റും. സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് സ്റ്റുഡൻസിന് വന്നാൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും സംഭവം. ഭയങ്കര കുറേ ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓർക്കിഡ്സ് ചെടികളുടെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ പ്ലാന്റ്സ് ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ലാബും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുണ്ട് ഈ മരത്തിൽ ഇവിടെ ഒരു ചെടി, ഇത് വന്നിട്ട് ഇത് വെറുതെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്നിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആ ചെടി ആ മരത്തിൽ വേര് പിടിച്ച് അങ്ങനെ വളരും അത്ര. അതൊക്കെ അതിൻ്റെ സ്പെഷ്യൽ. പിന്നെ ഇവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലബോറട്ടറിയാണ്. അതായത് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി. അതായത് ഈ പ്ലാന്റ്സിനെ ആദ്യ സ്റ്റേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ലബോറട്ടറിയാണ്. ഇത് തമിഴ്നാട്ടിൽ തന്നെ 2 സ്ഥലത്തുള്ളത്ര. ഇതാണത്ര ഒന്ന്, മറ്റേത് എവിടെയെന്ന് എനിക്കറിയില്ല. 2 ഉള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് സംഭവം വേറെ മ്യൂസിയം അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. നോക്കാം. കാക്ടസ് ഹൗസ്, നമ്മുടെ കള്ളിച്ചെടി അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിൻ്റെ ഒരു വെറൈറ്റികളാണ്. കള്ളിച്ചെടികൾ എത്ര വെറൈറ്റികളാണോ. ഇതൊക്കെ കള്ളിച്ചെടികളുടെ ഓരോ വെറൈറ്റികളാണ് കേട്ടോ. അപ്പുറത്തിരിക്കണൊക്കെ വേറെ വേറെ സംഭവങ്ങളാണ്. ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് മോഡൽ കള്ളിച്ചെടികളാണ്. ഉണ്ടല്ലോ ഓർക്കിഡ്സ് കമ്മ്യൂണിറ്റി പ്ലാന്റ് കമ്മ്യൂണിറ്റി. ഇതൊക്കെ വിവിധ തരം ഇതാണ്. അതായത് യൂണിക്കായിട്ടുള്ള ഇതൊക്കെ സംഭവങ്ങൾ മഹാസംഭവങ്ങളാണല്ലോ. നമുക്കിത് വലിയൊരു ഇതില്ലാത്തതുകൊണ്ടാണ് അറിയാത്തത്. ഇതൊക്കെ ഈ പ്ലാന്റ് അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് ഭയങ്കര സംഭവമായിരിക്കും. നമുക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. ഇൻഡോർ മെഡിസിനൽ പ്ലാന്റ്സ് ഹൗസ്, ഔഷധ സസ്യങ്ങളുടെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ. ഔഷധ സസ്യങ്ങളാണ് അത്രയൊക്കെ, മെഡിസിനൽ പ്ലാന്റ്സുകളാണ്. എല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒക്കെ ഇംഗ്ലീഷ് നെയിമുകളായിരിക്കും, തമിഴ് നെയിമുകളുണ്ട്. പിന്നെ നമ്മൾ ആടലോടകം അതൊക്കെ ഉണ്ടാവുമായിരിക്കും. തുളസി അങ്ങനത്തെ നമ്മളെ സാധാരണ മെഡിസിനുകളും ഒക്കെ ഉണ്ടാവും. അതല്ലാത്ത നമ്മൾ കാണാത്ത അറിയാത്ത കുറേ മെഡിസിനുകളും ഉണ്ടാവും. ഒക്കെ അതിൻ്റെ വെറൈറ്റികളാണ്. അതൊക്കെ ഇത് സംബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇതൊക്കെ കൗതുകം.
ഇതെന്താണ്? തേങ്ങേൻ്റെ ഉള്ളിൽ എന്തോ കഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഒക്കെ പ്ലാന്റ്സ് ആണ് കേട്ടോ. അല്ല, നമ്മൾ ഇക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ. ഏതാണ്ട് ഇവിടെ ഇവർ പ്ലാന്റ് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഓക്കെ. ഈ കാണുന്നത് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ നഴ്സറിയാണ് കേട്ടോ. ഇത് സെയിൽസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ നമുക്കിവിടെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം അറിയാനുള്ളത്, ഇവിടെ നമുക്ക് കോട്ടേജുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ താമസിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് താമസിക്കാം. കോട്ടേജുകളുണ്ട്, പക്ഷേ മുടിഞ്ഞ റേറ്റാണ്. 3800 രൂപയാണ് അത്ര റേറ്റ്. 2 പേരെ താമസിക്കാൻ പറ്റുള്ളൂ ഒരു കോട്ടേജിൽ. 3800 രൂപ റേറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് വ്യൂ പോയിന്റിൽ മേലായിട്ടൊരു കോട്ടേജ് ഉണ്ട്. അത് VIP കോട്ടേജ്. അത് 5000 സംതിങ് എന്തോ റേറ്റ് വരുന്നുണ്ട്. 5000 എന്നാണ് അവർ പറഞ്ഞത്. ഇതൊന്നും ഫുഡ് ഇല്ല കേട്ടോ. ഫുഡ് അവൈലബിൾ അല്ല. ഫുഡ് സെപ്പറേറ്റ് ആണെന്നാണ് പറഞ്ഞത്. നല്ല റേറ്റാണ്. അതുകൊണ്ടാണ് തോന്നുന്നു പൂട്ടി കിടക്കുന്നത്. അതവിടെ പക്ഷെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കോട മൂടും. പിന്നെ ഈവനിങ് സമയത്തൊക്കെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ആന കടന്ന് വിലസുന്ന സ്ഥലമല്ലേ. ഇവിടെയൊക്കെ ഓരോ പ്ലാന്റ് നഴ്സറി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ചെടികൾ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പ്രധാന വ്യൂ. അപ്പുറത്തേക്കൊക്കെ തനി കാടാണ് കേട്ടോ. നല്ല വ്യൂ പോയിന്റും മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കാട്ടിൻ്റെ ഉള്ളിൽ കണ്ണാടി മാളിക. ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ പ്ലാന്റ്സ് തന്നെയാണ്. ഫേണേറിയം ഒക്കെ വെറൈറ്റീസ് പ്ലാന്റ്സ് തന്നെ. വേറെന്താ ഇവിടെ മൊത്തം വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. വേറെന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെ. എന്താ പരി കാണുന്നത്? ഇവിടെ കാടാ. ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് കേട്ടോ. എന്തോ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ലോകത്ത് പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന കല്ലുകളാണ്. മൈ ഗോഡ്, ഞെട്ടിപ്പോയി. ഇതൊക്കെ കല്ലുകളാണ്, അത്ര എനിക്കറിയുള്ളൂ. കല്ലിനെ കുറിച്ച് അറിയണവരൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അങ്ങനെ സാധനം നിൽക്കുന്നുണ്ടോ? പുള്ളിപ്പുലി. ഇതൊക്കെ പാമ്പുകളൊക്കെ. കോബ്ര, കിങ് കോബ്ര സാധനങ്ങളൊക്കെ. എന്തൊക്കെ ഒറിജിനൽ പാമ്പാണ് കേട്ടോ. കാട്ടുപോത്തിൻ്റെ തല. ഇത് മറ്റ് മൃഗങ്ങൾ വേട്ടയാടിയിട്ട് അവശേഷിക്കുന്നതാണ് ഈ തലയൊക്കെ. ഇവിടെ വേറെ എന്തൊക്കെ സാധനങ്ങൾ, സസ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവം കേട്ടോ. മാനുകളുടെ കൊമ്പ് കണ്ടോ? ഇതൊക്കെ കടുവയും പുലിയൊക്കെ വേട്ടയാടുന്ന മാനുകളുടെ കൊമ്പാണെന്നാണ് അവർ പറഞ്ഞത്. ഇതെന്താണ്? ഇവിടെ എന്താ? ഇത് കോൺഫറൻസ് ഹാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. ഞാനേതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. നമുക്ക് അത്ര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. വെറുതെ ഒന്ന് ഇങ്ങനെ കറങ്ങാം ഒരു ഫോട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഈ സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു സംഭവമാണ്.
വേറെ ആക്ടിവിറ്റീസുകളൊന്നും തന്നെയല്ല. ഈ 2-3 മ്യൂസിയം പിന്നെ കുറച്ച് ചെടികളും ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ അവസാനം ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മേളിലേക്ക് കയറി ചെന്നു കേട്ടോ. അവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ ഈ ഒരു 360 വ്യൂവിൽ നല്ലൊരു വ്യൂ കിട്ടും. അതായത് നമ്മുടെ ഈ ഗൂഡല്ലൂർ ഭാഗത്തിൻ്റെ മൊത്തം ഈ മലനിരകളും എല്ലാം ഇങ്ങനെ കവറായിട്ട് വരുന്നൊരു ഭാഗം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് കുറച്ച് ഭംഗിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ കാണാനുള്ളത്. പിന്നെ വേറെ 2 ആനകൾ ഇവിടെ ഉണ്ട്. കാട്ടാനകളെ മെരുക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ കുറേ പേരെ കൊന്നിട്ടുള്ളൊക്കെ ആനകളാണ്. അതിനുള്ള മെരുക്കിയെടുത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ തുരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ആനകളുണ്ട്. ആനകൾ അവിടെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അത് ഈ രാവിലെ വൈകുന്നേരം അതിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അതിനിങ്ങോട്ട് കൊണ്ടുവരും. വേറെ ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസുകളൊന്നും തന്നെ ഇല്ല. 30 രൂപ ടിക്കറ്റ് ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും എൻ്റെ മറുപടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കും കാശ് കൊടുക്കണം, ഇതിനൊക്കെ 50 രൂപയൊക്കെ ഉള്ളത്. പിന്നെ ഒന്ന് ഒരു റിലാക്സ് ചെയ്യുക, അങ്ങനെ കയറി ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ കാട്ടിനുള്ള കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.